ഇത് നമ്മൾ ഓട്ടോകാഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ഓട്ടോകാഡ് ഫയലിന്റെ സൈസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിനിപ്പോ പലരും പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പം അനാവശ്യമായിട്ടുള്ള ഒബ്ജക്ട്സ് ലേയേഴ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പേർജ് ചെയ്ത് കളയാം, ആവശ്യമില്ലാത്ത ലേയേഴ്സ് ഒബ്ജക്ട്സ് ഒക്കെ പേർജ് ചെയ്ത് കളയാം. അങ്ങനെ പലരും പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഞാനിവിടെ പറയുന്നത് അതല്ലാതെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലിപ്പം കുറെ ഡ്രോയിങ്സ് ഉണ്ട്, പ്ലാന്, കുറെ ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഉണ്ട്, എലിവേഷൻ സെക്ഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. സൈസ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഡ്രോയിങ് യൂട്ടിലിറ്റീസിൽ പോയാൽ ഡ്രോയിങ് പ്രോപ്പർട്ടീസ് കിട്ടും. അപ്പൊ ഇതോ ഇതിൽ സൈസ് ഉണ്ട് 2.14 MB ആണ് ഈ ഒരു ഡ്രോയിങ്ങിന്റെ സൈസ്. ഓക്കെ, ഞാൻ ഇതിന്റെ സൈസ് കുറയ്ക്കാൻ പോവാണ്. അപ്പം റൈറ്റ് ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഓപ്ഷൻ പലരും പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ടാവും, പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പം റൈറ്റ് ബ്ലോക്കിന് W റൈറ്റ് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഞാൻ ഈ ഡ്രോയിങ്സ് ഇതിലെ എല്ലാ ഡ്രോയിങ്സും സെലക്ട് ചെയ്തു. ദെൻ റൈറ്റ് ബ്ലോക്കിന്റെ ഷോർട്ട് കീ ആണ് W എന്റർ. ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും, ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. അപ്പം ഇതിലിപ്പം അവര് ഫയൽ നെയിം ആൻഡ് പാത്ത് ചോദിക്കണം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇത് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുന്നു. ഫയൽ നെയിം നമുക്കൊരു നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള വെച്ചാൽ അത് കൊടുക്കണം. അപ്പൊ ജസ്റ്റ് ഇവിടെ ഒരു ഫൈനൽ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഫുൾ ഡ്രോയിങ് വേറൊരു ഡെസ്ക്ടോപ്പിൽ ഫൈനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലായിട്ട് അവിടെ സേവ് ആയി. ഓക്കെ, ഇത് നമുക്ക് അതിന്റെ സൈസ് എത്ര ഉണ്ട് എന്ന് നോക്കാം. ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയലിൽ പോയിട്ട് ഓപ്പൺ, നമ്മള് ഡെസ്ക്ടോപ്പിൽ ഫൈനൽ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സൈസ് എത്ര ഉണ്ട് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡ്രോയിങ് യൂട്ടിലിറ്റീസിൽ പോയി ഡ്രോയിങ് പ്രോപ്പർട്ടീസ് എടുക്കുക. കേട്ടോ, സൈസ് കുറഞ്ഞു 1.93 ആയി. നേരത്തെ ഇത് 2.14 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഡ്രോയിങ്ങിന്റെ സൈസ് കുറക്കാം. ഇപ്പൊ നമ്മള് പർജ് ചെയ്തു, ആവശ്യമില്ലാത്ത ലേയേഴ്സ് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് സൈസ് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ W ബ്ലോക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ ഓക്കെ, ഇപ്പം നമുക്ക് ഡ്രോയിങ്ങിന്റെ സൈസ് കുറയ്ക്കുന്നത് തന്നെ എന്തിനാ നമുക്കറിയാലോ. അപ്പൊ നമുക്ക് അത് ഡ്രോയിങ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഈസിനെസ്, അതായത് ഇപ്പം ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഡ്രോയിങ്ങിന്റെ സൈസ് കുറയ്ക്കുന്നത്. സൂം ചെയ്യുക, പാൻ ചെയ്യുക, അതൊക്കെ ഈസി ആയിരിക്കും ഡ്രോയിങ്ങിന്റെ സൈസ് കുറയുമ്പോൾ. പിന്നെ ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഈ ഡ്രോയിങ് ഷെയർ ചെയ്യുക, അതായത് ഫയല് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സൈസ് എത്രത്തോളം കുറഞ്ഞു കിട്ടുന്നോ അത്രയും നല്ലതാണ്. അപ്പം ഈ ഒരു മെത്തേഡ് അറിയാത്തവര് ഇങ്ങനെയും ഫയലിന്റെ സൈസ് കുറച്ചൊന്ന് നോക്കുക. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക.